ഇവൻ പിടിച്ചുകൊണ്ട മത്സ്യം അയക്കൂറ പൊച്ച കഷ്ണമില്ലെങ്കിൽ മന്ത്രിമാർക്ക് ചോറിറങ്ങൂല. എൻ്റെ അമ്മയാണ് ഞാൻ സെക്രട്ടേറിയറ്റിൽ സംസാരിച്ചത്. മന്ത്രിമാർക്ക് യോൻ പഴത്തോട് മല്ലടിച്ചു കൊണ്ട അയക്കൂറ കഷ്ണമില്ലെങ്കിൽ മന്ത്രിമാർക്ക് ചോറിറങ്ങൂല, ഉദ്യോഗസ്ഥന്മാർക്ക് ഇറങ്ങൂല. സാധാരണ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ എടുക്കാം. ഓനും മഴത്തോട് മല്ലടിച്ചിട്ടാണ് നിർമ്മാണ തൊഴിൽ പഠിക്കുന്നത്. പിന്നെ ഈ മന്ത്രിമാരിലെ AC റൂമും അതും ഇതെല്ലാം കൊട്ടാരെല്ലാം 10 തല 25 തല ഇവരാണ് പടുത്തു തീർത്തത്. ആര്? നിർമ്മാണ തൊഴിലാളികൾ. ആ നിർമ്മാണ തൊഴിലാളി 10 തല 15 തല AC റൂമെല്ലാം ആക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് മന്ത്രിമാർക്ക് കഴിയോ ആക്കാൻ? കഴിയൂല. ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയൂല. അപ്പം ഓനും മരണത്തോട് മല്ലടിച്ചിട്ടാണ് ഈ നിർമ്മാണ തൊഴിലാളിയായിട്ട് ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇവനും പ്രായം കൂടുമ്പോൾ ഇവരൊക്കെ പെൻഷൻ വെക്കുന്ന അവസരം 10,000 രൂപ, ഏറ്റവും ചുരുങ്ങിയ 10,000 രൂപ ഏകീകരിച്ചൊരു പെൻഷൻ ആണ് വേണ്ടി വ്യത്യാസമില്ലാതെ കൊടുക്കണം വയോജനങ്ങൾക്ക് വേണ്ടി. തീർച്ചയായിട്ടും. എന്താ കാരണം വെച്ചാൽ ഒരു ഉദാഹരണത്തിന് ഒരച്ഛനമ്മക്കും ഒരു 10 സെന്റ് ആയിട്ട് 5 മക്കളുണ്ട് വിചാരിച്ചോ. 5 മക്കളുണ്ടെങ്കിൽ 7 സെന്റ് സ്ഥലമാണ്. 5 മക്കൾക്കും ഓരേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ചുറ്റുപാടിൽ അച്ഛനമ്മനെ നോക്കാത്ത ഒരുപാട് കുടുംബമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഇവർ ഏടിയും കയറി കിടക്കാൻ ഇടവില്ലാത്ത അവസ്ഥയുണ്ട്. ഒരു വയോജന ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും വയോജന വിശ്രമ കേന്ദ്രം പഞ്ചായത്ത് വിലക്ക് വിലക്കെടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കണം. നല്ല പരിപാടിയാണ്. പഞ്ചായത്ത് വിലക്കെടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കണം. ആടെ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ 60 വയസ്സ് കഴിഞ്ഞ ആൾക്ക് മുതിർന്നവർക്ക് പോയി കിടക്കാം ധൈര്യത്തിൽ. അതൊരാശയം. പിന്നെ തെങ്ങുവറ്റ തൊഴിലാളികളെടുക്കാം. തെങ്ങിന്റെ മുകളിൽ കയറി ഒരു മരണത്തോട് വല്ലടിച്ച് തെങ്ങിന്റെ മുകളിൽ കയറി വീണ് പോയാൽ അവന്റെ കാറ്റ് കഴിഞ്ഞു. അങ്ങനെ തോന്നി തേങ്ങ ഇട്ടിട്ടില്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്ത് കഴിക്കും, തേങ്ങ എടുത്ത് കറിക്കൂട്ടും. പോന 100% പരിഗണിക്കട്ടെ കൊടുക്കണം. അതാണ് അവസ്ഥ. പിന്നെ മത്സ്യം പറഞ്ഞ് മറ്റുള്ള മേഖലയും പറഞ്ഞു. കർഷക തൊഴിലാളി എടുക്കാം. കർഷക തൊഴിലാളിയായ ഓൻ വ്യാപകൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നെല്ലുണ്ടാക്കി. ഓൻ അധ്വാനിച്ച് നെല്ലുണ്ടാക്കിയിട്ടെങ്കിൽ ഇന്ന് ചോറ് കഴിക്കൂല, അരി ഭക്ഷണം കഴിക്കൂല, കാലിനെ പോറ്റില്ല. ഈ പുല്ലുകൊണ്ടാണ് അന്ന് കാലിനോ. പിന്നെ അതും അവിടെ വെച്ച് പാൽ മേഖല എടുക്കാം, ക്ഷീര കർഷക മേഖല എടുക്കാം. ഇപ്പം പശുവിനെ പോറ്റിട്ടുണ്ട്, ചവിട്ടും കുത്തും കൊണ്ടിട്ടാണ് പശുവിനെ പോറ്റി. അവർ പശുവിനെ പോറ്റിട്ട് പാലും കേരളത്തിൽ പാൽ കുടിക്കില്ല. അപ്പം തൊഴിലാളിക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഏകീകരിച്ചൊരു പെൻഷൻ 10,000, ഏറ്റവും ചുരുങ്ങിയത് 10,000 രൂപയെങ്കിലും പ്രതിമാസ പെൻഷൻ ഈ വയോജനങ്ങൾക്ക് കൊടുക്കുക. ഈ ഞങ്ങൾ അത്ര കാലം ഉണ്ടാവില്ല, അത്രയൊന്നും കാലം നിങ്ങൾ ഞങ്ങളെ തീറ്റി പോറ്റേണ്ടി വരില്ല. ഏത് 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് നേതാക്കന്മാരെ അല്ലെങ്കിൽ ഉദ്യോഗ തലത്തിൻ്റെ നേതാക്കന്മാരെ നിങ്ങൾ ഞങ്ങളെ ഈ വയോജനങ്ങളെ അടിയന്തര പ്രാധാന്യം കൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഏകീകരിച്ചൊരു പെൻഷൻ ഏറ്റവും ചുരുങ്ങിയ 10,000 ഞാനേ അംഗീകരിക്കാം.